ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം പാർട്ട് 1 നമ്മൾ എന്താണ് ഔപെയർ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞല്ലോ. ബട്ട് ടുഡേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ റിയൽ ടോക്ക്. ഹൗ ടു മെൻ്റലി ആൻഡ് ഫിസിക്കലി പ്രിപ്പയർ ഫോർ ദിസ് ലൈഫ് ചേഞ്ചിങ് ജേർണി. സമയമാകുമ്പോ എല്ലാം ശരിയാവും. ഇത്ര നാളിങ്ങനെ കിടന്നില്ലേ, ഇനി ഇതൊക്കെ എന്ത് നമ്മള് രക്ഷപ്പെടൂടാ. അല്ലാതെ ഇവിടെ ഇത്രയും വലിയ ലോകത്ത് നമ്മളൊക്കെ രക്ഷപ്പെടാതെ ഇവിടെ തലക്കും ഇത് വെള്ളം വന്നാ അതിന്റെ മേലെ തോണി, പിന്നല്ലാതെ എന്താ. അതെ, നിങ്ങൾ കണ്ടല്ലോ, ഇതായിരുന്നു ഞാൻ കയറി വരാൻ നേരത്ത് എൻ്റെ ഉള്ളൊരു ഒരു ഹാപ്പി മൊമെൻ്റ് എന്ന് പറയുന്നത്. പക്ഷെ മെൻ്റലി ഞാൻ കുറച്ചൊക്കെ പ്രിപ്പയർഡ് ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കുറച്ചും കൂടെയൊക്കെ എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റി. അതിലൂടെ തന്നെ ഞാൻ കുറേ അറിയാമല്ലോ, ഫസ്റ്റാണ് ഞാൻ ഇങ്ങനെ വേറൊരു രാജ്യത്തോട്ട് വരുന്നത്. അപ്പം എനിക്കുണ്ടാകുന്ന ഒരു മാറ്റം, അല്ലെങ്കിൽ മെൻ്റൽ ഡിപ്രഷൻ, നമ്മൾ എവിടോട്ട് പോയാലും നമ്മുടെ ബോഡിയാണ് ആദ്യം പോകുന്നത്. പതുക്കെ നമ്മുടെ സോള് വരത്തുള്ളൂ. സോ നമ്മുടെ വീട്ടുകാരെയും നമ്മുടെ ആ നാടും വീടും ഫാമിലിയും എല്ലാം വിട്ട് വരുമ്പം നമുക്ക് കുറേയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷേ നമ്മൾ വേറൊരു രാജ്യത്ത് പോവാണ്, അവിടുത്തെ കൾച്ചറുമായിട്ട് നമ്മൾ അഡാപ്റ്റ് ആവണം, അതിന് നമ്മൾ റെഡി ആവണം. അതുകൂടാതെ എല്ലാ ദിവസവും ഒരുപോലെ പെർഫെക്റ്റ് ആവത്തില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടേ വരാവുള്ളൂ. എല്ലാം ഒന്നും നമുക്ക് ഓക്കെ ആക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്തായാലും ഇവിടെ വന്നിട്ടാണെങ്കിലും ഞാൻ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ തോന്നും. പക്ഷെ എത്രയൊക്കെ എൻഗേജ്ഡ് ആയാലും ഒരു നിമിഷം എത്തുമ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് അമ്മയെ കാണാനും അച്ഛനെ കാണാനും എല്ലാം നമുക്ക് മിസ് ചെയ്യും. ഓഫ് കോഴ്സ് നമ്മൾ മനുഷ്യനാണ്, നമുക്ക് മിസ് ചെയ്യും. പക്ഷെ മെൻ്റലി പ്രിപ്പയർ ആവാൻ ശ്രമിക്കുക. അതേ ഉള്ളൂ എനിക്ക് പറയാൻ. കയറി വരുന്നതിന് മുന്നേ ഞാൻ വേറൊരു രാജ്യത്ത് പോവുകയാണ്, എനിക്ക് ഒറ്റപ്പെടൽ ഫീലാവും, അല്ലെങ്കിൽ നാളെ ഇങ്ങനൊരു പ്രശ്നം വരും, അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ പ്രിപ്പയർഡ് കുറച്ചൊക്കെ നമുക്കൊന്ന് തരണം ചെയ്യാൻ പറ്റും. അതുമല്ല, ഒരു ഔപെയർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഗസ്റ്റ് അല്ല, നമ്മൾ അവിടുത്തെ ഒരു ഫാമിലി മെമ്പറിനെ പോലെയാണ്. നമ്മൾ പേഷ്യൻസ് എന്താണെന്നും റെസ്പോൺസിബിലിറ്റി എന്താണെന്നും കൂടാതെ നമ്മൾ മെച്യൂർഡ് ആവും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. എനിക്കതൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. പേഷ്യൻസ് എന്താണെന്ന് ഞാൻ അറിഞ്ഞു. കുറച്ചൊക്കെ എൻ്റെ ഉള്ളിൽ, ഞാൻ പുറമേ ഇച്ചിരി ഇതാണെങ്കിലും ഉള്ളിലൊക്കെ എനിക്ക് നല്ല മെച്യൂർഡ് ആണ്. അല്ലെങ്കിൽ ഒരു കാര്യത്തിലോട്ട് എത്തുമ്പോൾ, ഒരു സീരിയസ് കാര്യത്തിലോട്ട് എത്തുമ്പോൾ ഞാൻ കുറച്ച് മെച്യൂർഡ് ആണ് എന്നുള്ള രീതി എനിക്ക് തോന്നും. കാരണം ഞാൻ എൻ്റെ 20-ാം വയസ്സിൽ ഇവിടെ വന്നതാണ്. ഇപ്പോഴും എൻ്റെയൊക്കെ ഒരു ചിന്തയിൽ ഞാനൊക്കെ എൻ്റെ നാട്ടിൽ കളിച്ച് നടക്കേണ്ട പ്രായമാണ്. എൻ്റെ ചേട്ടനൊക്കെ വെച്ച് നോക്കുമ്പോൾ 20 വയസ്സ് ചിൽ നടക്കേണ്ടതാണ്. അപ്പോൾ അപ്പോഴും ഇവിടെ വന്നപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടുകാരെയും നാടും ഒക്കെ വിട്ട് വരുമ്പോൾ നമ്മൾ മെൻ്റലി ഒത്തിരി പ്രിപ്പയർഡ് ആവണം, എന്നിട്ട് വരിക. അത് നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്. ഇമോഷണലി നന്നായി പ്രിപ്പയർ ആവുക. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഔപെയർ എന്നുള്ളതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അത് വർദ്ധിപ്പിക്കുക. ഫാമിലിയായിട്ട് സംസാരിക്കുക, സിമ്പിളായിട്ടും പൊളൈറ്റായിട്ടും സംസാരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒരു ഫാമിലിയുമായിട്ട് സംസാരിക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും പൊളൈറ്റായിട്ട്, ഇപ്പം എനിക്കത് വേണം എന്നുള്ള രീതിയിൽ സംസാരിക്കാതെ ഞാനത് ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും പൊളൈറ്റ് ആവുക. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു നീഡ്സ് ഉണ്ടെങ്കിലും നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്ന രീതി, ഞാൻ അവിടെ പോകും എന്ന് പറയാതെ ഞാനത് ചെയ്തോട്ടെ, ഞാൻ അവിടെ പൊക്കോട്ടെ, ഞാനത് എടുത്തോട്ടെ, ഒരു പൊളൈറ്റ് ഫീല് തോന്നും. അവരത് 2 കൈ കൊണ്ട് സ്വീകരിക്കും. അവരൊരിക്കലും അതിന് നോ പറയത്തില്ല. അതെനിക്ക് ഉറപ്പാണ്. കാരണം എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബേസിക് കിഡ്സ് കെയർ നോളജ്. അപ്പം ചെറിയ പിള്ളേരുടെ നീഡ്സ് എന്തൊക്കെയാണ്, പിള്ളേരുടെ റൊട്ടീൻ എന്തൊക്കെയാണ്, ഫുഡ് ഇതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് ചിന്തിക്കുക.
പിള്ളേരിൽ കൂടുതലും ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ പിള്ളേർക്ക് കൊടുക്കുക. ഇപ്പോൾ പിള്ളേരുടെ കൂടെ കളിക്കുക, പിള്ളേരെ ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കുക, പിള്ളേരുടെ കൂടെ TV കാണുക. TV കാണുന്നതിലൊക്കെ കൂടെ നമുക്ക് നമ്മുടെ ഡോഷ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അത് ശ്രദ്ധിക്കുക. പിള്ളേരുമായിട്ട് കുറച്ച് കാമായിട്ടും റെസ്പോൺസിബിളായിട്ടും ഒക്കെ നമ്മൾ ബിഹേവ് ചെയ്യുക. അതേ ഉള്ളൂ പിള്ളേരുടെ കാര്യത്തിൽ. അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. പിള്ളേരുടെ ആ ഒരു നേച്ചർ മനസ്സിലാക്കി നമ്മൾ നിൽക്കുക. ഓരോ ഫാമിലിയിൽ വരുമ്പോൾ നമ്മൾ അവരെന്തായാലും പറഞ്ഞു തരും പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ നീഡ്സ് ഉണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ മതി. പിന്നെ അടുത്തതെന്ന് പറയുന്നത് കൾച്ചർ പ്രിപ്പറേഷൻ. അതായതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ലോക്കലായിട്ടുള്ള ഇവിടുത്തെ കൾച്ചറൊക്കെ മനസ്സിലാക്കുക. ഫുഡ് എന്താണ്, പിന്നെ ഹാബിറ്റ്സ്, ഇവരുടെ സോഷ്യൽ ഹാബിറ്റ്സ് എന്തൊക്കെയാണ്, പിന്നെ പാർട്ടീസ്, ഹോളിഡേയ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. പിന്നെ ഇവിടുത്തെ ജർമ്മൻ ഫാമിലി ഒക്കേഷൻ, ഫങ്ഷൻസ്, അങ്ങനെയൊക്കെ ഉള്ളത് ശ്രദ്ധിക്കുക. അതൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് കുറേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. വിത്ത് ഫാമിലിയുടെ കൂടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അവർ കൊണ്ടുപോകും നമ്മളെ ഓരോ സ്ഥലത്ത്. അപ്പം നമുക്കതൊക്കെ അറിയാൻ പറ്റും. ഇവിടുത്തെ പാർട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ കൊണ്ടുപോകും, അവർ നമ്മളെ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ കൂടുതൽ എക്സ്പീരിയൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഹോളിഡേയ്സ് ഒക്കെ നമുക്കിവിടെ ഫ്രീ ആയിരിക്കും. അപ്പോൾ അത് എന്നൊക്കെ ഹോളിഡേയ്സ് ഉണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരിക്കലും ഫുഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരിക്കലും സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഇവർ കഴിക്കത്തില്ല. സ്പൈസി ഫുഡ് ഇവർക്ക് ഇഷ്ടമല്ല, അവർ കഴിക്കത്തില്ല. പിന്നെയും അപ്പുറത്തെ വീട്ടിലൊക്കെയുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ഫുഡൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, പക്ഷെ അത് ഭയങ്കര എരിവാണ്. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. അവർക്ക് എരിവ് അവരത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. പിന്നെ ഇവിടുത്തെ ഒരു ഫുഡ് ഹാബിറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നമ്മളെന്നൊക്കെ പറഞ്ഞാൽ രാവിലെ പാലപ്പം ഉണ്ട്, ഇടിയപ്പം ഉണ്ട്, അങ്ങനെ പല പല ഇതുണ്ട്, ഡിഷസ് ഉണ്ട് നമുക്ക് രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് അങ്ങനെ. പക്ഷെ ഇവിടെ രാവിലെ മ്യൂസ്ലി കഴിക്കും, അല്ലെങ്കിൽ കോൺഫ്ലെക്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. പിന്നെ ഉച്ചയ്ക്കാണ് ഇവർ കൂടുതൽ ഒരു മെയിൻ മീല് അവർ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കഴിക്കുന്നത് ഉച്ചയ്ക്കാണ്. പിന്നെ വൈകിട്ടെന്ന് പറയുന്നത് അവർ ഇതുപോലെ തന്നെ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ അല്ലെങ്കിൽ ബ്രെഡോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ കഴിക്കത്തുള്ളൂ. പിന്നെ ഇൻ ജർമ്മനി നമ്മുടെ ഇന്ത്യൻ ഡിന്നർ വെച്ചിട്ട് ഇവർ ഭയങ്കര നേരത്തെ കഴിക്കുന്നു. ഒരു 6:30-7:30 ആകുമ്പം ഫിനിഷ്, ഇവരുടെ ഡിന്നറൊക്കെ കഴിയും. ഒരു 7 മണി 7:30 ഇവരുടെ ഡിന്നർ കഴിയും. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നമ്മളെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അവിടെ 9 മണിക്ക് കഴിക്കും, 9:30-9:30 ഇരിക്കും, 9 മണിക്ക് ഇരിക്കും, 9:30 കഴിച്ച് കഴിയും, 10-12 ആകുമ്പോഴാണ് കിടക്കുന്നത്. പക്ഷേ ഇവിടെ ഡിന്നർ എന്ന് പറയുന്നത് ഇവർ ഭയങ്കര നേരത്തെ കഴിക്കും. അത് ഭയങ്കര ആരോഗ്യമാണ്. നമ്മൾ ഈ ട്രെയിനേഴ്സൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല, 8 മണിക്ക് മുന്നേ ഡിന്നർ കഴിക്കാൻ ശ്രദ്ധിക്കുക, അതാണ് നല്ലതെന്ന് പറയത്തില്ല. അതുപോലെ തന്നെ അപ്പം ഞാൻ അതൊരിക്കലും ഇവിടെ നിന്ന് പ്രതീക്ഷിച്ചില്ല, കാരണം ഞാനൊക്കെ അവിടെ അങ്ങനെയാണ് ശീലിച്ചത്. അപ്പം അതെനിക്കൊരു ഫാസ്റ്റ് ആക്കാൻ സാധിച്ചു. കാരണം ഡൈജഷൻ എല്ലാം നടന്നിട്ട് നമുക്ക് നല്ല ഉറക്കം കിട്ടും. കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ വന്ന് കിടന്നു കഴിഞ്ഞാൽ അത് ഡൈജഷൻ നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് ആ സമയത്ത് ഉറക്കം കിട്ടത്തില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ടും നല്ല കാര്യമാണ്. അടുത്തതെന്ന് പറയുന്നത് സെൽഫ് കെയർ പ്ലാൻ, അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലും സ്ട്രെസ്സും കാര്യങ്ങളും ഡിപ്രഷനും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഡീൽ ചെയ്യാനുള്ള ഒരു കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി തന്നെ, ഞാൻ പറഞ്ഞില്ലേ, എൻഗേജ്ഡ് ആയിരിക്കണം എന്തിലെങ്കിലുമൊക്കെ. യൂട്യൂബ് ചാനൽ, അല്ലെങ്കിൽ നല്ല ഫണ്ണി ആയിട്ടുള്ള യൂട്യൂബ് ചാനൽ, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഫാമിലി യൂട്യൂബ് ചാനലൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ പ്രണവ് കൊച്ചുവിൻ്റെയും പ്രവീണിൻ്റെയും പിന്നെ പേളി മണിയുടെയും അങ്ങനത്തെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കുക. ഇപ്പോൾ പഠിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ഈ ഈസി ജർമ്മൻ എന്നൊക്കെ പറയുന്ന കുറേ യൂട്യൂബ് ചാനലുകളുണ്ട്. അതിലൊക്കെ ഇരുന്ന് പഠിക്കുക, നല്ല നല്ല പാട്ടുകൾ കേൾക്കുക, അതൊക്കെ നല്ലൊരു സ്ട്രെസ് റിലീഫായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ട്രിപ്പ് പോവുക, ഇവിടെ വന്ന് കുറേ കാര്യങ്ങൾ, കുറേ സ്ഥലങ്ങളുണ്ട് കാണാൻ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. ഫ്രീ ടൈമിൽ അവിടെയൊക്കെ പോവുക. അവിടെ പോയിട്ട് പക്ഷേ അഴുക്ക് പാട്ട് കേട്ട് മേളോട്ട് നോക്കിയിരിക്കല്. അവിടെ പോയിട്ട് എല്ലാം എൻജോയ് ചെയ്യുക. നമ്മുടെ കണ്ണിന് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് നല്ല കാഴ്ചകൾ കാണുക. നമ്മുടെ കണ്ണുകൾ കാണാത്ത നല്ല മലനിരകളും മഞ്ഞും
കാടുകളും നല്ല വെറൈറ്റി. നമ്മൾ ഇവിടുത്തെ കാടെന്നൊക്കെ പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ ആപ്പിളൊക്കെ പറിച്ച് കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും ആയിരിക്കും മുന്തിരിങ്ങ, ഓറഞ്ച്, അങ്ങനെ പലതൊക്കെ. അങ്ങനെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. ട്രിപ്പ് പോവാം, പാർട്ടികളുണ്ട്, നൈറ്റ് ക്ലബ്ബ് പാർട്ടികളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ. പാർട്ടിക്ക് പോവാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊക്കെ നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ നല്ലത്. പിന്നെ നമ്മൾ വേറൊരു രാജ്യത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഇവിടെ എവിടെയെങ്കിലും മലയാളികളുണ്ടോ? ശരിത് നമ്മൾ അങ്ങ് ഡിപ്പെൻഡായി പോടാ. നമ്മൾ എവിടെയെങ്കിലും പോയി കഴിയുമ്പോഴത്തേക്കിനും അവനും കൂടെ ഉണ്ടായിരുന്നു, എനിക്കൊരു കൂട്ടുണ്ടായിരുന്നു, ഈ കൊളംബിയക്കാരിയും കൊണ്ട് ഞാൻ എന്നാ ചെയ്യാനാ, അങ്ങനെ ഓർക്കും. പക്ഷെ കാര്യമില്ല, കൂടെ വന്ന് 2 തെറി വിളിക്കുക, അത്രേ ഉള്ളൂ. അവന്മാരെന്ന് പറയുന്നത് അല്ല അവൾമാരെന്ന് പറയുന്നത്. പക്ഷെ നമ്മളെപ്പോഴും സെൽഫിഷ് ആവാൻ നോക്കുക. ഒരു സ്ഥലത്ത് പോവുക, സെൽഫിഷ് ആകുക, ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക. ഒരു ലിമിറ്റ് കടന്നു കഴിഞ്ഞാൽ എന്തായാലും ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക, സെൽഫിഷ് ആകുക, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. വേറൊരു രാജ്യത്തുള്ള ആളുകളുമായിട്ട് കൂടുന്നതായിരിക്കും നല്ലത്. നമുക്ക് നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാം. ഇവരുടെ കൂടെ കൂടി കുറച്ച് തെറിയും പറഞ്ഞാൽ ഇങ്ങനെ കൂട്ടൊക്കെ നല്ലതില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. നമുക്കൊരു ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യും മെൻറ്റാലിറ്റി ഉള്ളവരൊക്കെ ഉണ്ട്, കറങ്ങാൻ പോകുന്നവരൊക്കെ ഉണ്ട്. എനിക്കൊക്കെ ഉണ്ട് ഇവിടെ കുറേ കൂട്ടുകാരൊക്കെ മലയാളികൾ. അവന്മാരൊക്കെ നല്ല കൂട്ടൊക്കെയാണ്, ഒരു പ്രശ്നമൊന്നുമില്ല. എന്നാലും ഞാൻ പറയുവാണ്, കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ട്. ബൗണ്ടറീസ് എപ്പോഴും കീപ്പ് ചെയ്യുക, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ സൂക്ഷിക്കുക, അത്രേ ഉള്ളൂ പറയാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഒരു ഔപ്പയർ ആവുക, അല്ലെങ്കിൽ ഇവിടെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വേറൊരു രാജ്യത്ത് പോകുന്ന ആളുകൾ മെൻ്റലിയും ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം ഔപ്പയറിൻ്റെ വരുന്ന പിള്ളേരാണെങ്കിൽ ഔപ്പയറിൻ്റെ കാര്യമാണ് ഞാനിവിടെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഔപ്പയേഴ്സ് ഇവിടെ വരുവാണെങ്കിൽ അത് വെറും ഒരു ട്രാവൽ മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ വേറൊരു നമ്മൾ പ്രിപ്പയർ ചെയ്യുവാണ്. കാരണം ഫസ്റ്റ് ടൈം ആയിരിക്കും നമ്മൾ വേറൊരു രാജ്യത്തോട്ട് വരുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഒരു ചൈൽഡിഷ് ആണെങ്കിൽ ഒരു മെച്ചുവേർഡ് എന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്, മനസ്സിലായോ? ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവാം, ബാഡ് ആണെങ്കിലും എല്ലാം നമ്മൾ തന്നെ അത് സെറ്റാക്കാൻ നോക്കുക. വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. ഒരു 3rd പേഴ്സൺ അല്ലെങ്കിൽ ഒരു 2nd പേഴ്സൺ നമ്മുടെ ലൈഫിൽ വേണ്ട ഒറ്റയ്ക്കുള്ളൊരു ജീവിതത്തിൽ. എല്ലാത്തിനും ദൈവത്തിനെ വിളിക്കുക. അപ്പം പാർട്ട് 3 ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ഐ വിൽ ഗൈഡ് യു ത്രൂ ദ വിസ പ്രോസസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ആൻഡ് എന്തായാലും പാർട്ട് 3 കാണണം. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോയും എന്നെയും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും cheers.